അമൽദേവ് ക്ലാസ്സിലെ ടോപ്പർ ആയിട്ടുള്ള സ്റ്റുഡന്റ് ആണ്. അവൻ ചെറുപ്പം മുതലേ തന്നെ വളരെയധികം ഹാർഡ് വർക്കിങ്ങും ബുദ്ധിമാനുമായിരുന്നു. അങ്ങനെ സ്കൂൾ ടൈമിൽ ഇവനെ പറ്റി എല്ലാവരും വിചാരിച്ചു ഇവൻ വലുതാവുന്ന സമയത്ത് വലിയ പൊസിഷനിലെത്തും, നല്ല രീതിയിൽ തന്നെ സക്സസ്ഫുൾ ആവും എന്നൊക്കെ. സ്കൂൾ കഴിഞ്ഞതിന് ശേഷം അവന് ടോപ്പ് കോളേജിൽ തന്നെ അഡ്മിഷൻ കിട്ടി. അങ്ങനെ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം അവൻ ഒരു സ്റ്റാർട്ടപ്പ് ആരംഭിക്കുകയും ചെയ്തു. പക്ഷെ അവൻ ആരംഭിച്ച ഓരോ സ്റ്റാർട്ടപ്പും തകരാൻ തുടങ്ങി. അങ്ങനെ പല വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും അവൻ ഒരു മിഡിൽ ക്ലാസ് ജീവിതമാണ് ജീവിക്കുന്നത്. സോ വാട്ട് ചേഞ്ച്ഡ്? ഞാൻ എപ്പോഴും കരുതിയിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ സ്മാർട്ട് ആയിട്ടുള്ള വ്യക്തികൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുകയും അതിനനുസരിച്ചുള്ള സപ്പോർട്ട് അവർക്ക് കിട്ടുകയും ചെയ്യുകയാണെങ്കിൽ അവർ ജീവിതത്തിൽ വിജയിക്കും എന്നായിരുന്നു. പക്ഷേ ഒരു സമയത്ത് ഞാൻ മനസ്സിലാക്കി ഞാൻ ആ കരുതിയത് തെറ്റായിരുന്നു എന്ന്. ജീവിത വിജയം എന്നുള്ളത് കേവലം കഠിനാധ്വാനം കൊണ്ടോ അല്ല എങ്കിൽ ബുദ്ധിയുള്ളത് കൊണ്ടോ മാത്രം ലഭിക്കുന്ന ഒന്നല്ല. മറ്റൊരുപാട് കാര്യങ്ങൾ കൂടി ഇതിനായി ആവശ്യമുണ്ട്. അത്തരത്തിലുള്ള വിജയമായിരിക്കും നമ്മൾ നമ്മളുടെ പ്രൊഫഷണൽ ലൈഫിലും റിലേഷൻഷിപ്പിലും കരിയറിലും ഒക്കെ ആഗ്രഹിക്കുന്നത്. ആ ഒരു വിജയത്തിന് ആവശ്യമായിട്ടുള്ള രഹസ്യം എന്താണെന്ന് അറിയാത്ത ഒരുപാട് പേര് നമ്മളുടെ ഇടയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. സോ അതുകൊണ്ടാണ് ഒരുപാട് പേര് ഹാർഡ് വർക്ക് ചെയ്തിട്ടും സ്മാർട്ട് വർക്ക് ചെയ്തിട്ടും ഒന്നും ജീവിതത്തിൽ വിജയിക്കാത്തത്. സോ ആ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഒന്നാമത്, വിജയത്തിന് ആവശ്യം അക്കാദമിക് യോഗ്യതകളാണ് എന്നുള്ള തെറ്റായ ധാരണ. പലരും വിചാരിക്കുന്ന ഒരു തെറ്റായ കാര്യമാണ് സ്കൂളിലും കോളേജിലും ഒക്കെ നല്ല പുരോഗമനം കാണിച്ചത് കൊണ്ട് അതിനുശേഷവും എല്ലാം അവർക്ക് അനുകൂലമായി വരുമെന്നുള്ളത്. അതായത് ഇതുമൂലം തന്നെ ഇനിയും നമ്മൾ തുടർന്നും ജീവിതത്തിൽ വിജയിക്കും എന്നുള്ള ധാരണ. യഥാർത്ഥത്തിൽ സ്കൂളിലെ മാർക്കുകൾ കൊണ്ടോ അല്ല എങ്കിൽ അക്കാദമിക് കഴിവുകൾ കൊണ്ടോ മാത്രം യഥാർത്ഥ ജീവിതത്തിൽ യഥാർത്ഥ ലോകത്തിൽ വിജയിക്കാനായി സാധിക്കില്ല. അതിന് തന്ത്രപ്രധാനമായ ചിന്താശേഷിയും പ്രശ്ന പരിഹാര ശേഷിയും കൂടി ആവശ്യമാണ്. അതായത് ക്രിട്ടിക്കൽ തിങ്കിങ് പ്ലസ് പ്രോബ്ലം സോൾവിംഗ് സ്കിൽ. ഇതാണ് വിജയത്തിന്റെ ചവിട്ടുപടി എന്ന് വേണമെങ്കിലും പറയാം. ഇനി ഇത് മാത്രമല്ലാതെ നല്ല മറ്റുള്ളവരോട് സംസാരിക്കാനുള്ള നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഇച്ഛാശക്തിയും കൂടി ആവശ്യമാണ്. ഇത്തരത്തിലുള്ള യോഗ്യതകളെല്ലാം നമ്മളെ വളരെ ഫ്ലെക്സിബിളും അഡാപ്റ്റബിളുമാക്കി മാറ്റുന്നു. നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ ലൈഫ് ഒരിക്കലും സ്കൂൾ പോലെയല്ല. സ്കൂളിൽ പലപ്പോഴും ടോപ്പർമാരായിരിക്കും ടീച്ചർമാരുടെയൊക്കെ ഫേവറേറ്റ് സ്റ്റുഡന്റ്. അവരോട് പറയുന്ന എല്ലാ റൂൾസും ഇവർ പാലിക്കുകയും ഹോംവർക്ക് കാര്യങ്ങളൊക്കെ ടൈമിൽ തന്നെ ഫിനിഷ് ചെയ്യുകയും ഒക്കെ ചെയ്യുമായിരിക്കും. പക്ഷേ റിയൽ ലൈഫിൽ പലപ്പോഴും പല റൂൾസിനെയും ബ്രേക്ക് ചെയ്യേണ്ടി വരും. അപ്പോഴായിരിക്കും നമുക്ക് ഉയർച്ചയും നല്ല റിസൾട്ടും ഒക്കെ കിട്ടുന്നത്. നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ ജീവിതത്തിൽ റിസൾട്ടിന് മാത്രമേ വിലയുള്ളൂ. അതിന് നമുക്ക് കഠിനാധ്വാനവും സ്ട്രാറ്റജിക്കൽ തിങ്കിങ്ങും കൂടാതെ കുറച്ച് ഭാഗ്യവും കൂടി വേണമെന്നുള്ളതാണ്. ലക്ക് എന്ന് പറയുന്നതിന്റെ ചാൻസ് ഹാർഡ് വർക്കും അതുപോലെ സ്ട്രാറ്റജിക് തിങ്കിങ്ങും ഉള്ളവനെ എളുപ്പം തന്നെ നേടിയെടുക്കാം. രണ്ടാമത്, സ്കൂൾ ടോപ്പേഴ്സ് ജീവിതത്തിൽ പരാജയപ്പെടാനുള്ള രണ്ടാമത്തെ കാരണം പരാജയത്തിനോടുള്ള അമിതമായ ഭയം. സ്കൂളിൽ ടോപ്പർ ആയവരും സ്മാർട്ട് ആയവരും ഒക്കെ പലപ്പോഴും വിജയം മാത്രം ഏറ്റുവാങ്ങി ശീലിച്ചവരായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് പരാജയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയില്ല. ഇങ്ങനെ കുറെ കാലം തുടക്കം മുതലേ തന്നെ ഇവര് പരാജയം ഒന്നും തന്നെ ഫേസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ പരാജയം എന്നുള്ളത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഭയമായിരിക്കും. പക്ഷെ ജീവിതത്തിൽ വിജയിക്കാനായി ഇച്ഛാശക്തിയും ക്ഷമാശീലവും പാഷനും ഒക്കെ ആവശ്യമാണ്. ഇനി ഇതിനെല്ലാം ഉപരിയായി പരാജയങ്ങളെ തോൽപ്പിക്കാനുള്ള ഒരു സ്ട്രോങ് മൈൻഡ് കൂടി അത്യാവശ്യമാണ്. തുടക്കത്തിൽ തന്നെ പരാജയവും ബുദ്ധിമുട്ടും ഒക്കെ അനുഭവിച്ചവർക്ക് ജീവിതത്തിൽ എന്തിനേയും നേരിടാനുള്ള കരുത്ത് ലഭിക്കുന്നു. ഇങ്ങനെയുള്ളവർക്ക് പല ബാഡ് എക്സ്പീരിയൻസിൽ നിന്നുമൊക്കെ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതിനെ പറ്റി നല്ലോണം അറിയാമായിരിക്കും. സോ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു ടോപ്പർ ആയിട്ടുള്ള വളരെ സ്മാർട്ടസ്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ നമ്മൾ ഇപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മളെ തന്നെ ബലവാനാക്കുക എന്നുള്ളതാണ്. ഒരു ഫെയിലിയർ കൊണ്ടൊന്നും ലോകം ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല. ജീവിതത്തിൽ ഉണ്ടാവുന്ന സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാനായി നമ്മൾ തീർച്ചയായും പഠിച്ചിരിക്കണം. അങ്ങനെ ആവുമ്പോൾ മാത്രമേ നമ്മൾ ഓവർ തിങ്ക് ചെയ്ത് സമയം പാഴാക്കി കളയാതെ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ. മൂന്നാമത്, ഒരു പ്രത്യേക സാഹചര്യത്തിൽ എക്സൈറ്റഡ് ആയി തോന്നുന്ന ഒരു കാര്യത്തിന് പിന്നിൽ നിരന്തരമായി പോവുക എന്നുള്ളത്. ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാവർക്കും ഉള്ള ഒരു കോമൺ ഹാബിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സമയം വെറുതെ കളയുന്നതിന് വെറുക്കുന്നവരായിരിക്കും. സ്മാർട്ട് ആയിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഒരു വിഷയത്തെ പറ്റി നല്ലോണം അറിയാം. അവരൊന്നു കഴിഞ്ഞാൽ മറ്റൊന്നിനു പിന്നിൽ പോയിക്കൊണ്ടിരിക്കും. അവരെപ്പോഴും ദ നെക്സ്റ്റ് ബിഗ് തിങ്ങിന് പ്രാധാന്യം കൊടുക്കുന്നവരായിരിക്കും. അല്ലാതെ ഒരുപാട് കാര്യങ്ങളെ എക്സൈറ്റ്മെന്റിന് പുറത്ത് ചെയ്ത് സമയത്തെ പാഴാക്കില്ല.
എല്ലാ കാര്യങ്ങളുടെയും ബിഗിനിങ് സ്റ്റേജ് എന്ന് പറയുന്നത് വളരെയധികം ഹാർഡായിരിക്കാം. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് പോലും അവർ ആ ഒരു ലക്ഷ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കും. അങ്ങനെ ആ ഒരു ലക്ഷ്യം അച്ചീവ് ചെയ്തതിന് ശേഷം മാത്രമേ അടുത്ത ഒരു വിഷയത്തിലേക്ക് പോവുകയുള്ളൂ. നാലാമത്, ഇത്തരത്തിലുള്ള ആളുകൾ പരാജയപ്പെടാനുള്ള മറ്റൊരു കാരണമാണ് കോമ്പൗണ്ട് ഗ്രോത്തിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കാതിരിക്കുന്നത്. ഇന്ന് കാണുന്ന കൂടുതൽ റിച്ചസ്റ്റ് ആയിട്ടുള്ള ആളുകളും കോമ്പൗണ്ട് ഗ്രോത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നവരായിരിക്കും. അവർ ബുദ്ധിപരമായി തന്നെ കോമ്പൗണ്ട് ഗ്രോത്തിന്റെ സാധ്യതകളെ പറ്റി മനസ്സിലാക്കി തെറ്റിതിരുത്തി മുന്നോട്ട് പോകുന്നു. ഈ ഒരു കോമ്പൗണ്ട് ഗ്രോത്ത് എന്നുള്ളത് നമുക്ക് നമ്മളുടെ ഡെയിലി ആക്ടിവിറ്റീസിലൂടെ തന്നെ നേടാവുന്നതാണ്. അതായത് എന്നും കുറച്ച് സമയം എക്സസൈസ് ചെയ്യാനും അല്ലെങ്കിൽ ദിവസത്തിൽ കുറച്ച് സമയം പുസ്തകം വായിക്കാനും ദിവസത്തിന് മുൻപേ തന്നെ ഒരു ടു ഡു ലിസ്റ്റ് ഒക്കെ തയ്യാറാക്കി പ്രൊഡക്റ്റീവായി ഇരിക്കാനും ഒക്കെ ശ്രമിക്കുക. ഇതുപോലെ നമ്മൾ നമ്മളുടെ ഗോൾസിന് വേണ്ടി കുറച്ച് സമയം മാറ്റിവെച്ച് അത് ആ ഒരു വിഷയത്തെ റിപ്പീറ്റ് ചെയ്ത് യഥാക്രമമായി ചെയ്യുകയാണെങ്കിൽ വെറും 6 മാസം കൊണ്ട് തന്നെ നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കാണാൻ പറ്റും. ടൈം പ്ലസ് കൺസിസ്റ്റന്റ് ആക്ഷൻ ഈക്വൽ ടു കോമ്പൗണ്ട് ഗ്രോത്ത്. കേവലം ചെറിയ കാര്യങ്ങൾ കൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ മാറ്റമൊന്നും ഉണ്ടാവണമെന്നില്ല. പക്ഷെ ആ ഒരു ചെറിയ കാര്യം മാസങ്ങളോളം വർഷങ്ങളോളം ചെയ്യുന്നത് മൂലം ഉണ്ടാവുന്ന റിസൾട്ട് എന്ന് പറയുന്നത് പ്രതീക്ഷിക്കുന്നതിലും വലുതായിരിക്കും. അതുകൊണ്ട് തന്നെ വലിയ മാറ്റങ്ങളും വിജയങ്ങളും ഒന്നും തുടക്കത്തിൽ തന്നെ പ്രതീക്ഷിക്കാതിരിക്കുക. മറിച്ച് കൺസിസ്റ്റന്റ് ആയി ക്ഷമയോടുകൂടി സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. സക്സസ് എന്നുള്ളത് ഒരു ഇൻവെസ്റ്റ്മെന്റ് പോലെയാണ്. നമ്മൾ ചെയ്യുന്നത് ചെറുതോ വലുതോ ആണെങ്കിലും നമ്മൾ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റിന് അതിനുള്ള റിട്ടേൺ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അഞ്ചാമതായി പരാജയപ്പെടാനുള്ള കാരണം നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വിശ്വാസമില്ലായ്മയാണ്. അതായത് യു ഡോണ്ട് ബിലീവ് ഇൻ യുവർ സെൽഫ്. പലപ്പോഴും സ്മാർട്ട് ആയിട്ടുള്ളവർ അവരെ തന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും. അവരുടെ സ്മാർട്ട് ചിന്താഗതി കൊണ്ട് തന്നെ അവരെല്ലാ കാര്യങ്ങളും ഓവറായി അനലൈസ് ചെയ്തായിരിക്കും ചെയ്യുന്നത്. പെർഫെക്ഷനിസം എന്നുള്ളത് പല കാര്യങ്ങളെയും തടസ്സപ്പെടുത്തും. ചിലപ്പോഴൊക്കെ പലരും അവരുടെ ഐഡിയാസ് ഒന്നും ശരിയല്ല എന്നും അവരിതിന് പെർഫെക്റ്റ് അല്ല എന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്നും ഒക്കെ ചിന്തിക്കും. ഇവിടെ നിങ്ങളോട് പറയാനുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കി എല്ലാം മറന്ന് മുന്നോട്ടേക്ക് മാത്രം സഞ്ചരിക്കുക. ജസ്റ്റ് മൂവ് ഫോർവേഡ്. തോമസ് ആൽവ എഡിസൺ പറഞ്ഞ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വേർഡാണ് വിജയത്തിലേക്കുള്ള ഏറ്റവും ഉറപ്പായ മാർഗം എന്നുള്ളത് ഒരിക്കൽ കൂടി ശ്രമിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പെർഫെക്ഷനിസത്തേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്തു തീർക്കാനായി ശ്രമിക്കുക. സോ ഇതൊക്കെ കൊണ്ടാണ് ജീവിതത്തിൽ ഹാർഡ് വർക്കിംഗ് ആൻഡ് സ്മാർട്ട് ആയിട്ടുള്ള ആളുകൾ പരാജയപ്പെടുന്നത്. നിങ്ങൾക്കും ഇതുപോലെ ഓവർ തിങ്കിങ്, ഓവർ അനലൈസിങ്, പെർഫെക്ഷനിസം ഇതുപോലെ വല്ല പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തുക. സോ എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ അക്ഷയ്. സ്റ്റേ ഗ്രൗണ്ടഡ്. ബൈ ഓൾ.